ഒരു പെർഫ്യൂം. ആ പെർഫ്യൂം ഉണ്ടാക്കിയിരിക്കുന്നത് ടർക്കിഷിലെ ഒട്ടോമൻ എംപയറിൽ ആ സമയത്തുണ്ടായിരുന്ന റോൾ പ്ലേസിൻ്റെ തിയേറ്റർ പ്ലേസിനെ ആസ്പദമാക്കിയിട്ടായിരുന്നു. ആ ഒട്ടോമൻ പ്ലേസിൽ പ്രധാനപ്പെട്ട 2 ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഒന്ന് കരാഗോസ് എന്ന് പറയുന്നൊരു ഡാർക്ക് ക്യാരക്ടറും അതുപോലെ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ആർട്ടിനെയും കോമ്പറ്റൻസിനെയും ഒത്തിണക്കി ചേർത്തിട്ടുള്ള ഹാസിവാത്ത് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറും. ഈ ഹാസിവാത്തിനെ ഒരു പെർഫ്യൂമാക്കി മാറ്റാൻ നിഷാനെ തീരുമാനിച്ചു. ആ കഥയാണെന്ന് ഞാൻ ഡോക്ടർ അജിം ഷാ, നിങ്ങളുടെ സ്വന്തം ഫ്രാഗ്രൻസ് എക്സ്പേർട്ട്. ഹാസിവാത്തിനെ ഒരു പെർഫ്യൂമാക്കി മാറ്റാൻ നിഷാനെ സമീപിച്ചത് ഹോർഹെ ലീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂമറായിരുന്നു. ഹോർഹെ ലീ എന്ന സ്പാനിഷ് പെർഫ്യൂമർ ഹാസിവാത്ത് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ പേരിലുള്ള ഷാഡോ പ്ലേ പെർഫ്യൂമിനെ കണ്ടെത്തിയത് ഫ്രഷ് നോട്ട്സ് ആയിരുന്നു, കംപ്ലീറ്റ്ലി ഫ്രഷ് നോട്ട്സ്. ഞാൻ പറഞ്ഞു വന്നത് നിഷാനെ ഹാസിവാത്തിൻ്റെ കഥയാണ്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടിലാണല്ലേ. വൺ ഓഫ് ദ ടോപ്പ് സെല്ലിംഗ് നിഷാനെ പെർഫ്യൂംസ് ഇൻ ദ വേൾഡ് ആണ് ഹാസിവാത്ത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇസ്താംബൂളിൻ്റെ കഥയെ, ഇസ്താംബൂളിൻ്റെ തിയേറ്ററിനെ, ഇസ്താംബൂളിൻ്റെ കൾച്ചറിനെ വിളിച്ചോതുന്ന പെർഫ്യൂംസ് ആയിരിക്കും നിഷാനെ നിർമ്മിക്കുക എന്നുള്ളത്. നമുക്ക് ആറ്റോമൈസർ ചെക്ക് ചെയ്യാം. ആറ്റോമൈസറൊക്കെ ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ പറഞ്ഞില്ലേ, വളരെ ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷ് ബർഗമുഡ്, പൈനാപ്പിൾ, ഗ്രേപ്പ് ഫ്രൂട്ട് പോലുള്ള വളരെ ഫ്രഷ് ആയിട്ടുള്ള, നമ്മുടെ നാട്ടിലെ കമ്പിളി നാരങ്ങയൊക്കെ എന്ന് പറയില്ലേ, അതുപോലത്തെ സ്മെല്ലൊക്കെ വന്നിട്ട് പയ്യെ എന്താ പറയുക, പച്ചോളിയും ജാസ്മിനും പോലുള്ള ഫ്ലോറൽ നോട്ടുകളിലൂടെ വന്ന് ഓക്മൂസിലും സെഡർവുഡിലും അവസാനിക്കുന്ന ഒരു ബേസ് ഉള്ളൊരു പെർഫ്യൂമാണ് നിഷാനെ. നിഷാനയുടെ വലിയ വിജയത്തിന് ശേഷം 2023 നിഷാനെ ഹാസിവാത്ത് എക്സും കൂടെ റിലീസ് ചെയ്യുകയുണ്ടായി നിഷാനെ. പക്ഷേ മനസ്സിലാക്കാനുള്ളത്, നിഷാനെ ഹാസിവാത്ത് എന്ന് പറയുന്ന മോർ പ്രോമിനൻറ്റ് ടു ഫ്രഷി നോട്ട് ആയതുകൊണ്ട് തന്നെ ലോകത്തെമ്പാടും ഫ്രഷ് ഫ്രാഗ്രൻസിനാണ് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത്. അതുകൊണ്ട് ആ ഒരു ഡയറക്ഷനിൽ ഹാസിവാത്തിനെ അവതരിപ്പിക്കാൻ സാധിച്ചുകൊണ്ട് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫ്യൂമായിട്ട് ഹാസിവാത്ത് മാറി എന്നുള്ളതാണ്. ഹാസിവാത്തിന് ഈ പറഞ്ഞ പോലെ മിഡിൽ ഈസ്റ്റിലും ഇന്ത്യയിലും ഈ പറഞ്ഞ ലോകമെമ്പാടുമുള്ള ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഹാസിവാത്തിൻ്റെ കഥയാണ്. നെക്സ്റ്റ് ടൈം വേറൊരു കഥയുമായി കാണാം. താങ്ക് യു സോ മച്ച്.